കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പനീർ നഗറ്റ്സ് ആണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പനീർ നഗറ്റ്സ് തയ്യാറാക്കുവാനായി 200 ഗ്രാമിൻ്റെ പനീർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഇത് ഞാൻ വാങ്ങിയ പനീറാണ്. എങ്ങനെ പനീർ ഈസിയായിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/4 ടീസ്പൂൺ, വൈറ്റ് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അരമുറി നാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുഴമ്പ് പരുവത്തിന് വേണം ഇത് തയ്യാറാക്കി എടുക്കുവാനായിട്ട്. ഇപ്പോൾ ഈ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ ഉടയാത്ത രീതിയിൽ തന്നെ ഈ മാവ് മുഴുവനും പനീറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ പ്യുവർ വെജ് ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ മാവ് തയ്യാറാക്കിയത്. വെജിറ്റേറിയൻ അല്ലാത്തവർക്ക് ഇതിൽ മുട്ട ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർക്കാവൂ എന്ന് മാത്രം. ഇപ്പോഴിത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഒരു 1 അവർ ഇതൊന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതിനു വേണ്ടി കുറച്ച് റൊട്ടിപ്പൊടി, അതായത് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഈ പനീർ ഓരോന്നും ഇതിൽ നിന്നും എടുത്ത് ആ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ നന്നായി ആ മാവിൽ മുക്കി ഇടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ റൊട്ടിപ്പൊടിയിലേക്ക് ഇട്ട പനീർ നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും ആ റൊട്ടിപ്പൊടി എത്തത്തക്ക വിധത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാ പനീറും ഇതുപോലെ റൊട്ടിപ്പൊടിയിൽ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ട് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാണ് ഇത് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് പനീറെല്ലാം കരിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓയിൽ ചെറിയ ചൂട് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പനീർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തീ മാത്രമേ ഇതിന് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഫ്രൈ ആകുന്നതിനനുസരിച്ച് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടത്തക്ക വിധത്തിൽ എല്ലാം ഒരേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോഴും മറിച്ചിടുമ്പോഴും അതിൻ്റെ കോട്ടിങ് പോകാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പനീറെല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി. അതിൻ്റെ കോട്ടിംഗ് ഒന്നും പോകാതെ എല്ലാം ഭംഗിയായി തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ 4 മണിക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് ഈ പനീർ നഗറ്റ്സ്. ഈ പനീർ നഗറ്റ്സ് ഇതുപോലെ ടൊമാറ്റോ സോസിൽ മുക്കിയെടുത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.